നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രം മരവിപ്പിച്ചെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. അനധികൃതമായ ഇലക്ട്രൽ ബോണ്ടിൽ കോടതി നിന്നുണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള ബി.ജെ.പി. ശ്രമമാണ് കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലൂടെ നടക്കുന്നതെന്ന്. ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി.ജെ.പി. അനധികൃതമായി 6500 കോടി സമാഹരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ അക്കൗണ്ടുകളൊന്നും മരവിപ്പിക്കപ്പെട്ടിട്ടില്ല. സാധാരണക്കാരായ പ്രവർത്തകരിലൂടെ സമാഹരിച്ച തുകയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ ഇതിനെതിരെ പോരാടും, നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകളാണ് മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ആദായനികുതി അടയ്ക്കാൻ വൈകിയെന്ന പേരിലാണ് നടപടി. 45 ദിവസം വൈകിയെന്ന പേരിൽ 210 കോടി രൂപ പിഴയും ചുമത്തി. പാർട്ടി ഇൻകം ടാക്സ് അതോറിറ്റിയെ സമീപിച്ചതായി അജയ് മാക്കൻ അറിയിച്ചു. നൽകിയ ചെക്കുകളൊന്നും ബാങ്ക് അനുവദിക്കുന്നില്ല. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യമാണ് ഇത്തരം നടപടികളിലൂടെ മരവിക്കപ്പെടുന്നത്. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മറ്റും സമാഹരിക്കപ്പെട്ട പണമാണ് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലൂടെ സമാഹരിക്കപ്പെട്ട പണവും അക്കൗണ്ടിലുണ്ടായിരുന്നുവെന്നും കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ഇന്ത്യയിലെ ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. അധികാരം ബി.ജെ.പി. സർക്കാരിനെ മത്ത് പിടിപ്പിച്ചു. ഭാവിയിൽ തെരഞ്ഞെടുപ്പുണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. മോദി കോൺഗ്രസിനെ ഭയക്കേണ്ടതില്ലെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. പണമില്ല ജനങ്ങളാണ് കോൺഗ്രസിന്റെ ശക്തി. ഏകാധിപത്യത്തിന് മുന്നിൽ തലകുനിക്കുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോരാടുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു.